മലപ്പുറം ജില്ലയുടെ കിഴക്കേ അതിരിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്ന അമ്മിനിക്കാടൻ മലനിരയുടെ മടിത്തട്ടിൽ കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് താഴേക്കോട്. പട്ടണിഞ്ഞവളാണേ ഉടനൊറിവുകളാലേ പച്ചകുത്തിയ ചേലാണേ പട്ടണിഞ്ഞവളാണേ ഉടനൊറിവുകളാലേ പച്ചകുത്തിയ ചേലാണേ. താഴേക്കോട് പഞ്ചായത്തിന്റെ ശിരസിലെ കിരീടം പോലെ 1770 അടി ഉയരത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രമായ കൊടികുത്തിമല നിലകൊള്ളുന്നു. പഞ്ചായത്തിനെ കീറി മുറിച്ചുകൊണ്ട് നടുവിലൂടെ നാഷണൽ ഹൈവേ കടന്നുപോകുന്നു. 45 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും 2011 കണക്ക് പ്രകാരം 42,010 ജനസംഖ്യയും താഴേക്കോട് പഞ്ചായത്തിലുണ്ട്. 1962 താഴേക്കോട് പഞ്ചായത്ത് നിലവിൽ വരുന്നത്. 2020 മുതൽ പുതിയ ഭരണസമിതി ശ്രീമതി സോഫിയ ടീച്ചറുടെ നേതൃത്വത്തിൽ അധികാരമേറ്റു. ഈ കഴിഞ്ഞ 5 വർഷക്കാലം സംസ്ഥാന സർക്കാരിനോടും താഴേക്കോട് പഞ്ചായത്തിലും വികസനങ്ങളുടെ വലിയ നേട്ടമുണ്ടാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു. അഴിമതിയില്ലാത്ത കാര്യക്ഷമമായ 5 വർഷങ്ങൾ. ലഭ്യമായ എല്ലാ ഫണ്ടുകളും 90% ചെലവഴിച്ച വർഷങ്ങൾ. ഹരിതകർമ്മസേന, കുടുംബശ്രീ, തൊഴിലുറപ്പ് തുടങ്ങി പഞ്ചായത്തിന്റെ ഭാഗമായ എല്ലാ സ്ഥാപനങ്ങളെയും ജില്ലയിലെ 1ാം സ്ഥാനത്തേക്ക് എത്തിച്ച വർഷങ്ങൾ. പഞ്ചായത്തിന്റെ ഈ ഒരു ഭരണസമിതി അധികാരത്തിൽ വരുന്നത് 2020 ഡിസംബർ 20 അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വം കൊടുക്കാൻ ഈ ഒരു ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും, കൃഷി മേഖലയിലും, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, പശ്ചാത്തല മേഖല, സേവന മേഖല, ഒന്നിൽ പോലും കുറവ് വരാതെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ 5 വർഷക്കാലം കൊണ്ട് ഈ ഒരു ഭരണസമിതി വെച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും 90% നടപ്പിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ ഒരു ഭരണസമിതി അധികാരത്തിൽ വരുന്ന സമയത്ത് ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു വീട് നൽകുക എന്നുള്ളതും അതുപോലെ തന്നെ കുടിവെള്ളം. നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും അധികം കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന 21 വാർഡിലും പല പ്രദേശങ്ങളുമുണ്ട്. അപ്പം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിലവിൽ ഉണ്ടായിരുന്ന മാരിപ്പറമ്പ് താഴേക്കോട് പദ്ധതി, അതൊരു വലിയൊരു പദ്ധതിയായിരുന്നു. ആ പ്രൊജക്ട് നമ്മുടെ ഭരണസമിതി ഏറ്റെടുക്കുകയും അതിലൊരുപാട് ഒട്ടനവധി പ്രയാസങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിന് 90% നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഭവന പദ്ധതി എന്നുള്ളത് ലൈഫ് ഭവന പദ്ധതിയിലും PMAY പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എഗ്രിമെന്റ് വെപ്പിച്ച് വീട് നൽകാൻ സാധിച്ചു. അർഹരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ജീവനോപാധി നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ഈ ഒരു 5 വർഷക്കാലം കൊണ്ട് നമ്മൾ നടപ്പിലാക്കി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ഒരു ഭരണസമിതിക്ക് സാധിച്ചു എന്നുള്ളത് ഈ 5 വർഷക്കാലം പിന്നിടുന്ന ഈ ഒരു സമയത്ത് അഭിമാനപൂർവ്വം തന്നെ നിങ്ങളോട് പറയട്ടെ. വിദ്യാഭ്യാസം. ജനനം മുതൽ നിരാലംബരാകുന്ന മാനസികവും ശാരീരികവുമായി പരിമിതികളുള്ള കുട്ടികൾ സഹാനുഭൂതിയുള്ള സമൂഹത്തിന്റെ നൊമ്പരമാണ്. ഈ ഭരണസമിതിയുടെ അഭിമാനമായ ബഡ്സ് സ്കൂൾ ഇന്ന് മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നാണ്. പൊന്നേത്ത് ഖാദർ ഹാജി നൽകിയ 15 സെന്റ് സ്ഥലത്ത് 1 കോടി രൂപയിലധികം ചെലവഴിച്ച് കെട്ടിടവും അനുബന്ധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 30 കുട്ടികൾ, 2 അധ്യാപകർ, 2 ആയമാർ എന്നീ നിലയിൽ മുന്നേറുകയാണ് നമ്മുടെ ബഡ്സ് സ്കൂൾ. 2022 താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ബഡ്സ് സ്കൂൾ എന്ന സ്ഥാപനം തുടങ്ങുന്നത്. ഇത് നിലവിലെ ഒരു വാടക കെട്ടിടത്തിലാണ് ആദ്യം പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെങ്കിലും പിന്നീട് അത് 23 ആയപ്പോൾ പഞ്ചായത്തിൻ്റെ തന്നെ പകൽ വീട്ടിലേക്ക് മാറ്റുകയും 25 ജൂലൈ 29 ആയപ്പോൾ ബഡ്സ് സ്കൂളിനൊരു നല്ലൊരു കെട്ടിടം ഉണ്ടാക്കി തരികയും ചെയ്തു. 2025 ഭരണസമിതി ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മികച്ച രീതിയിൽ തന്നെയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് കെട്ടിടം രൂപീകരിച്ചിട്ടുള്ളത്. അതുപോലെ ജില്ലയിൽ തന്നെ മികച്ച മാതൃക ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്ഥാപനത്തിൻ്റെ ഓരോ കാര്യങ്ങളും നിലവിൽ ചെയ്തിട്ടുള്ളത്. ലിഫ്റ്റ് അടക്കമുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും നമ്മൾ ഈ കെട്ടിടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക്
അവരെ സ്വന്തം പഞ്ചായത്ത് തന്നെ ഏർപ്പാടാക്കിയ വണ്ടിയിൽ പോയിട്ട് നേരിട്ട് അവരെ പിക്ക് ചെയ്ത് ഇവിടെ സ്കൂളിലേക്ക് എത്തിക്കുന്നു. തിരിച്ചും അവർ വീട്ടിലേക്ക് എത്തുന്നു. നിലവിലെ എല്ലാവിധ ആക്ടിവിറ്റീസും സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ കുട്ടികളെ കായികപരമായിട്ടും കലാപരമായിട്ടാണെങ്കിലും അക്കാദമിക് ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ആണെങ്കിലും മികച്ച രീതിയിൽ തന്നെ ഇവർ മുന്നോട്ട് പോകുന്നു എന്നതിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. പഞ്ചായത്ത് ഭരണസമിതി കുട്ടികൾക്ക് ഭക്ഷണവും അതേപോലെ ആധുനികമായുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നു. പിന്നെ അതേപോലെ ജീവനക്കാരുടെ വേതനങ്ങളായാലും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമുക്ക് ചെയ്തിരുന്നത്. അതുപോലെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യമാണ് കുടുംബശ്രീയുടെ ഒരു പ്രാധാന്യം. കുടുംബശ്രീ നിലവിൽ ഈ സ്കൂളിലേക്കുള്ള അടിസ്ഥാനമായി ഈ സ്കൂൾ തുടങ്ങുന്നതിനൊക്കെ ആവശ്യമായിട്ട് ആദ്യത്തെ ഗഡു എന്ന നിലയിൽ 12.5 ലക്ഷം രൂപയോളം നമുക്ക് കുടുംബശ്രീ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ സ്കൂളിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്താനൊക്കെ ചെയ്തിട്ടുണ്ട്. 6 ഗവൺമെന്റ് LP സ്കൂളുകളും 33 അംഗനവാടികളും 1 ശിശുവിഹാറും വനിതാ ITIയും ബഡ്സ് സ്കൂളും നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നു. 31 അംഗനവാടികൾക്ക് സ്വന്തമായ സ്ഥലവും കെട്ടിടവും നിലവിലുണ്ട്. മറ്റ് 2 അംഗനവാടികൾക്ക് സ്ഥലം വാങ്ങുന്നതിനായി പദ്ധതിയിൽ പണം നീക്കിവച്ചിട്ടുണ്ട്. ഈ ഭരണസമിതി വന്നതിന് ശേഷം 8 പുതിയ അംഗനവാടി കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. വനിതാ ITI പ്രവർത്തിക്കുന്നത് പഴയ പഞ്ചായത്ത് കെട്ടിടത്തിലാണ്. ITIക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിലേക്ക് 42 ലക്ഷം രൂപ മുടക്കി 1 ഏക്കർ 7 സെന്റ് സ്ഥലം ഇന്ന് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. LP സ്കൂളുകളിലെ വർണ്ണക്കൂടാരം പദ്ധതിയിലേക്ക് 10 ലക്ഷം രൂപ വീതം പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും സ്കോളർഷിപ്പ് നൽകി വരുന്നു. 32 ലക്ഷം രൂപ ഒരു വർഷം ആവശ്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ, പഠനമുറി, ലാപ്ടോപ്പ്, സ്കോളർഷിപ്പ്, എല്ലാ സ്കൂളുകളിലും വാട്ടർ പ്യൂരിഫയർ തുടങ്ങി അനേകം നൂതന പദ്ധതികൾ എല്ലാ വർഷവും ആവിഷ്കരിച്ചു വരുന്നു. ഈ വിദ്യാലയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്ത് വേണ്ട പരിഗണന നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം ഭിന്നശേഷി ടോയ്ലറ്റ്, അതുപോലെ മറ്റു ശിശു സൗഹൃദ ടോയ്ലറ്റുകൾ, ബാഡ്മിൻ്റൺ കോർട്ട്, അതുപോലെ മുറ്റം കട്ടവിരിക്കൽ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. കൂടാതെ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ സെക്യൂരിറ്റി സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള നെറ്റ് സ്ഥാപിക്കൽ ഈ ഭരണസമിതിയുടെ കാലത്താണ് നടന്നിട്ടുള്ളത്. വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയ വികസനത്തിനും അതുപോലെ ഈ നാടിൻ്റെ വികസനത്തിനും പഞ്ചായത്ത് വേണ്ടത്ര കരുതൽ നടത്തുന്നുണ്ട് എന്നുള്ളത് വളരെയധികം അഭിനന്ദനാർഹമാണ്, വളരെയധികം പ്രശംസനീയമാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കുടിവെള്ളം. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ 2020-25 വർഷത്തെ ഭരണസമിതിയുടെ ഉറപ്പായിരുന്നു കുടിവെള്ള പദ്ധതികൾ. താഴേക്കോട് പഞ്ചായത്ത് ജലലഭ്യതയിൽ വളരെ പിന്നിലാണ്. എല്ലായിടത്തും കുടിവെള്ളം ലഭ്യമാകുന്നതിനു വേണ്ടി മുൻകാലങ്ങളിൽ നമ്മൾ ആശ്രയിച്ചിരുന്നത് ചെറിയ ജലസ്രോതസ്സുകളെയും ജലനിധികളെയുമാണ്. പോത്തഞ്ചേരി രാമൻകുട്ടി സൗജന്യമായി നൽകിയ സ്ഥലത്ത് പോത്തഞ്ചേരി കുടിവെള്ള പദ്ധതിക്ക് 12 ലക്ഷം രൂപയും മേലച്ചേരി കുടിവെള്ള പദ്ധതി തുടങ്ങി ചെറുകിട പദ്ധതികളും പൊതുകുളങ്ങൾ, കിണറുകൾ എന്നിവയുടെ നവീകരണത്തിനും ഈ 5 വർഷങ്ങളിൽ 1,40 ലക്ഷം രൂപ ചെലവഴിച്ചു. കുടിവെള്ളത്തിന്റെ ശാശ്വതമായ പരിഹാരം കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും സംയുക്ത സഹായത്തോടെ നിർമ്മാണത്തിലിരിക്കുന്ന ജൽ ജീവൻ മിഷൻ പൂർത്തിയാകുന്നതോടെ ഉണ്ടാകും. 12 ലക്ഷം ലിറ്റർ വെള്ളത്തിന്റെ 2 ടാങ്കുകൾ വെള്ളപ്പാറ, ബിടാവുമല എന്നിവിടങ്ങളിൽ നിർമ്മാണം പൂർത്തിയാക്കി. ഏകദേശം എല്ലാ വീടുകളിലും പൈപ്പ് ലൈൻ ഇട്ടുകഴിഞ്ഞു. വലിയ കാലതാമസമില്ലാതെ തന്നെ പണി പൂർത്തിയാക്കി പഞ്ചായത്തിലെ 12,000-ഓളം വരുന്ന വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഭരണസമിതി ആവശ്യമായ എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. ഈ ഭരണസമിതിയുടെ കാലാവധി ഏതാനും ദിവസങ്ങൾക്കകം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി പടിയിറങ്ങി പോകുമ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ അതിന് ഒരു ശാശ്വത പരിഹാരം കണ്ടിട്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ ഭരണസമിതി വരുന്ന സമയത്ത് വീടില്ലാത്ത 100 കണക്കിന് ആളുകൾ നമ്മുടെ ഈ പഞ്ചായത്തിനകത്തുണ്ടായിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 800-ൽ പരം വീടുകൾ എഗ്രിമെൻ്റ് വെച്ച് അതിൽ 400-ഓളം കുടുംബങ്ങൾ അതിൽ കയറി താമസിച്ചു. ബാക്കിയുള്ള ആളുകൾ അതിൻ്റെ എഗ്രിമെൻ്റ് നടപടികൾ പൂർത്തിയാക്കി
2 ലക്ഷവും അതുപോലെ തന്നെ 3 ലക്ഷമൊക്കെ തുക കൈപ്പറ്റി അതിൻ്റെ അന്തിമഘട്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോയ കാലത്ത് വീടില്ലാതെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിരുന്നത് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് 800ഓളം വീടുകൾ കൊടുക്കുക എന്ന് പറയുന്നത് ഭരണസമിതിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ കുടിവെള്ള മേഖലയിൽ ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ലെങ്കിലും അതിൻ്റെ 75% പണി പൂർത്തീകരിച്ച് വരികയാണ്. ഏതായാലും അതും വളരെ പെട്ടെന്ന് പരിഹരിക്കാനൊരു ശ്രമം ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. മറ്റൊന്ന് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, നമ്മുടെ പഞ്ചായത്തിനകത്തെ മുഴുവൻ റോഡുകളും നമുക്ക് നല്ല രീതിയിൽ പണി കഴിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ പല റോഡുകളും ചെറിയ പ്രയാസമുണ്ട് എന്നുള്ളത് ഭരണസമിതിക്ക് ബോധ്യമാണ്. കാരണം അതിൻ്റെ വ്യക്തമായ കാരണമുണ്ട്. ജൽജീവൻ മിഷന് കോടിക്കണക്കിന് രൂപ ടെൻഡർ എടുത്ത് കൃത്യസമയത്ത് പൊളിച്ച റോഡ്, അതായത് പൈപ്പിന് കീറിയ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണം എന്നുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കിത് ടെൻഡർ കൊടുത്തിട്ടുള്ളത്. അവർ കൃത്യസമയത്ത് അത് നടപ്പിലാക്കാത്തത് കൊണ്ട് ചെറിയ പ്രയാസം വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് റോഡുകളൊക്കെ എല്ലാം പൂർവ്വസ്ഥിതിയിൽ തന്നെ ആക്കുമെന്നുകൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കരിങ്കലത്താണിയിലുള്ള സബ് സെൻറ്റർ 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അതിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള പഴയതിൽ നിന്ന് മാറി പുതിയതായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് ആസ്തികൾ ഈ ഭരണസമിതിക്ക് ഈ കാലയളവിൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ലൈഫ് കയറിക്കിടക്കാൻ ഇടമില്ലാത്തവർക്ക് ഒരിടം. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാരുമായി കൈകോർത്ത് ലൈഫ് പദ്ധതിയിൽ 800-ലധികം കുടുംബങ്ങൾക്ക് വീട് നൽകി ജില്ലയിലെ മികച്ച പഞ്ചായത്തുകളിൽ ഒന്നാകാൻ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. ഭരണസമിതിയുടെ ഇച്ഛാശക്തി 800-ലധികം വരുന്ന പാവപ്പെട്ടവന്റെ സ്വപ്നങ്ങൾക്ക് നിറമേകി. പേര് നിഷ, ഞാൻ താഴേക്കോട് 18-ാം വാർഡിൽ നിന്നാണ്. എനിക്ക് എൻ്റെ വീട് പറ്റ പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇപ്പോൾ വീട് കിട്ടി, ലൈഫിൻ്റെ വീടാണ്. ഇപ്പോൾ വളരെ സന്തോഷമാണ്. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ SC, ST, ജനറൽ, അതിദാരിദ്ര്യം എന്നീ വിഭാഗങ്ങളിലായി 790 ലൈഫ് വീടുകളും 59 PMAY വീടുകളും രജിസ്റ്റർ ചെയ്ത് നിർമ്മാണം ആരംഭിച്ചു. എൻ്റെ പേര് സരിത. ഞങ്ങൾ താഴേക്കോട് പഞ്ചായത്തിൽ 1-ാം വാർഡിൽ താമസിക്കുന്നു. വീട്ടിൽ അമ്മ, ഭർത്താവ്, 2 കുട്ടികൾ. അമ്മയ്ക്ക് വയ്യാത്തൊരമ്മയാണ്. ഞങ്ങൾക്ക് ലൈഫിൽ വീട് കിട്ടി, പണി പൂർത്തിയായി. മുമ്പ് ഞങ്ങൾക്ക് ഓട്ട വീടായിരുന്നു, അതിന് കേടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലൈഫിൽ ഞങ്ങൾക്ക് ഗഡുക്കളായിട്ട് പൈസ കിട്ടി, ഒരു ബുദ്ധിമുട്ടില്ലാതെ കിട്ടി. ഞങ്ങൾ നന്നായി കഴിയുന്നു. 400-ലധികം വീടുകളുടെ പണി പൂർത്തീകരിച്ചു. ആകെ 25 കോടി രൂപ ഇതിനായി ചെലവഴിച്ചു. ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിലുണ്ടായിരുന്ന എല്ലാവർക്കും വീട് എന്ന സ്വപ്നം ഇതോടെ പൂർത്തിയാക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു. എൻ്റെ പേര് ഷീജ. ഞങ്ങള് താഴേക്കോട് പഞ്ചായത്തിൽ 1-ാം വാർഡിലാണ് താമസിക്കുന്നത്. ലൈഫ് മിഷൻ വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയ വീടാണിപ്പത്. ആദ്യം ഇടിഞ്ഞ് പൊളിയാറായ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചേർന്നത്. പിന്നെ 3 കുട്ടികള്, ഹസ്ബൻഡ്, ഇത് വയസ്സായ അമ്മ ഞങ്ങളെ കൂടെ ഉള്ളതാണ്. എല്ലാ പണിയും പൂർത്തീകരിച്ചു. ഓരോ ഗഡുവായിട്ടാണ് പൈസ കിട്ടിയത്. ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ്. ഇപ്പോൾ എല്ലാ പണിയും പൂർത്തീകരിച്ചു. പിന്നെ ഞങ്ങളെ വാർഡ് മെമ്പറായിട്ട് പിന്നെ ഇവിടേക്ക് റോഡ് കൊണ്ടുവന്നു. പിന്നെ എനിക്ക് സ്വയം തൊഴിൽ എന്നുള്ള പേരിലൊരു 2-ചക്ര വാഹനം കിട്ടി. അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ ലൈഫ് നല്ല സന്തോഷത്തിലാണ് പോകുന്നത്. വീട് റിപ്പയർ ഇനത്തിൽ ജനറൽ 180 കുടുംബത്തിനും SC വിഭാഗം 100 കുടുംബങ്ങൾക്കും ആകെ 2 കോടി രൂപ ചെലവഴിച്ചു. ഹരിത കർമ്മസേന സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതികളിലൊന്നാണ് മാലിന്യമുക്ത നവകേരളം. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ 21 വാർഡുകളിലും പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും ശേഖരിച്ച് അവ തരംതിരിച്ച് നാടിനെ മാലിന്യമുക്തമാക്കുന്നതിൽ പ്രവർത്തിക്കുന്നവരാണ് ഹരിത കർമ്മസേന. 12,000-ലധികം വീടുകളും 1,300-ലധികം കടകളുമുള്ള നമ്മുടെ പഞ്ചായത്തിൽ 39 ഹരിതകർമ്മസേന അംഗങ്ങളാണ് ജോലി ചെയ്തു വരുന്നത്. ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിതകർമ്മസേനകളിലൊന്നാണ് നമ്മുടെ ഹരിതകർമ്മസേന. കഴിഞ്ഞ 3 വർഷത്തിനിടെ 132 ടൺ വേർതിരിച്ച മാലിന്യവും 456 ടൺ വേർതിരിക്കാത്ത മാലിന്യവും കയറ്റി അയക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
മാലിന്യ സംസ്കരണത്തിനായി നിലവിൽ 2500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള MCF-ഉം 24 മിനി MCF-ഉം 20 ബോട്ടിൽ ബൂത്തുകളും പഞ്ചായത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. ടൗണുകൾ ശുചീകരിക്കുന്നതിനായി 6 ശുചീകരണ തൊഴിലാളികളെയും ഇതിനായി നിയമിച്ചിട്ടുണ്ട്. ഹരിതകർമ്മസേനയുടെയും മാലിന്യമുക്ത കേരളത്തിന്റെ പദ്ധതിയുടെയും ഭാഗമായി പഞ്ചായത്ത് ഓരോ വർഷവും 25 ലക്ഷത്തിലധികം രൂപ നീക്കിവെക്കുന്നു. കഴിഞ്ഞ 3 വർഷമായി ഏകദേശം ആകെ 50 ലക്ഷത്തോളം രൂപ ഇതിനായി ചെലവഴിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് പ്രവർത്തനം നിലച്ചുപോയ ഒരു ഹരിതകർമ്മസേനയെ ഇത്ര നല്ല രൂപത്തിലെത്തിക്കുന്നതിൽ ഇപ്പോഴത്തെ ഭരണസമിതി സ്തുത്യർഹമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 21 വാർഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോപ്പുലേഷനുള്ളൊരു നാടാണ് നമ്മുടെ താഴേക്കോട് എന്ന് പറയുന്ന ഈ ഗ്രാമം. അതിൻ്റേതായ ഒരു തിരക്ക് നമ്മുടെ ഓഫീസുകളിൽ ദൈനംദിനമായിട്ട് അനുഭവപ്പെടാറുമുണ്ട്. പക്ഷേ എങ്കിലും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പരമാവധി ആവശ്യങ്ങൾ ഏറ്റവും എളുപ്പത്തിലും വേഗതയിലും ചെയ്ത് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന് പറ്റിയ ഒരു എൻ്റെ ടീം നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്റ്റാഫ് സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിൽ സേവനങ്ങൾ സമയബന്ധിതമായി പഞ്ചായത്തിൽ നിന്നും പൊതുജനങ്ങൾക്ക് നൽകുവാനായിട്ട് നമുക്ക് സാധിക്കാറുള്ളത്. ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ ഒരുപാട് ഭവന നിർമ്മാണ പദ്ധതികളും വീടറ്റകുറ്റപ്പണി തുടങ്ങി അനേകം ആനുകൂല്യങ്ങളും ഈ കഴിഞ്ഞ 5 വർഷത്തെ കാലയളവിൽ നമുക്ക് പഞ്ചായത്തിൽ നിന്നും നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ശുചിത്വ മേഖലയിലാണെങ്കിൽ തന്നെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വളരെ ശ്ലാഘനീയമാണ് നമ്മുടെ പഞ്ചായത്തിൽ. കാരണം ഒരു വലിയൊരു പട്ടാളം എന്ന് നമുക്ക് തന്നെ അവരെ വിശേഷിപ്പിക്കാം. ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതു ഇടങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളും നമ്മുടെ ആശുപത്രി ഉൾപ്പെടെയുള്ള മറ്റ് പൊതു സ്ഥലങ്ങളൊക്കെ തന്നെ വൃത്തിയാക്കുന്നതിനും നമ്മുടെ വീടുകളിലുള്ള നമ്മൾ ഉപേക്ഷിക്കുന്ന നമ്മളുടെ മാലിന്യം, നമ്മൾ സൃഷ്ടിക്കുന്ന നമ്മുടെ മാലിന്യം അവരുടെ ഒരു ഉത്തരവാദിത്തോടെ വന്ന് കൊണ്ടുപോകുന്നതിൽ എനിക്ക് തോന്നുന്നു താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന ഏറ്റവും വലിയ കയ്യടി അർഹിക്കുന്ന വലിയൊരു ടീമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമുക്ക് നടത്തി പോരാറുള്ളത്. പൊതുജനങ്ങളുടെ വലിയൊരു പങ്കാളിത്തവും നമുക്കതിൽ കിട്ടാറുണ്ട്. അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പൊതുജനങ്ങളുടെ ഒരു സഹകരണം കൂടെ ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. മറ്റു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ കൃത്യമായി കൊടുക്കുന്നതിനിപ്പോൾ KSmart എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ടാണെങ്കിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും അവരുടെ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന രീതിയിലേക്ക് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ KSmart താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലും വളരെ മനോഹരമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമ്മുടെ അതിദരിദ്രർക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ആക്ഷൻ പ്ലാൻ പ്രകാരം ഏതാണ്ട് 16 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനായിട്ട് നമ്മൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. അതിൽ 10 വീട് നമ്മൾ പൂർത്തീകരിച്ച് അവരെ താമസ സജ്ജമാക്കി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കൂടാതെ ബാക്കി 5 വീടുകളും അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഒരു വലിയ കാലതാമസമില്ലാതെ തന്നെ നമുക്ക് അവരുടെയും വീടുകൾ വെച്ച് കൊടുക്കാൻ കഴിയും എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനം തന്നെയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ പ്ലാൻ ഫണ്ട് നമുക്ക് ഏകദേശം 90% മുകളിൽ ഈ നാടിന് വേണ്ടി തന്നെ നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. കൂടാതെ ഈ കഴിഞ്ഞ തവണയും നമ്മൾ 100% നികുതി പിരിവ് എന്ന നേട്ടം നമ്മൾ കൈവരിച്ചിട്ടുണ്ട് പഞ്ചായത്ത്. അതിനൊക്കെ തന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകർ അവരുടെ ഒരു പ്രയത്നം നമ്മളെ വില കുറച്ച് കാണാൻ കഴിയില്ല. അത്രയേറെ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടാണ് എൻ്റെ സഹപ്രവർത്തകർ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരെയും ഞാൻ ഈ വേളയിൽ ഓർക്കുകയാണ്. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വികസന സദസ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. കുടുംബശ്രീ 2022 ജനുവരി 26 നിലവിലെ ഈ ഭരണസമിതി ഇവിടെ സ്ഥാനമേറ്റിട്ടുള്ളത്. നിലവിൽ 330 അയൽക്കൂട്ടങ്ങളാണ് CDS രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഉജ്ജീവന പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി 35 കോടിയോളം CDSൽ നിന്നും വായ്പയായി അനുവദിച്ചിട്ടുണ്ട്. സാമ്പത്തിക ശാക്തീകരണത്തിനു വേണ്ടി സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി നിലവിൽ താഴേക്കോട് CDSൽ SVP പദ്ധതിയും അതുപോലെ തന്നെ ഹോം ഷോപ്പ് പദ്ധതിയും നിലനിൽക്കുന്നു. സ്ത്രീകൾക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. CDSൽ നടന്നു വരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് FL ക്ലിനിക്കുകൾ. കുടുംബശ്രീ വനിതകൾക്ക് സാമ്പത്തികമായിട്ടുള്ള അറിവുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പരിപാടി CDSൽ നടന്നു വരുന്നത്. എല്ലാ അയൽക്കൂട്ടങ്ങളെയും കേന്ദ്രീകരിച്ച് അവർക്ക് ക്ലാസ് നൽകുകയും സാമ്പത്തികമായിട്ട് സ്ത്രീകൾ ചൂഷണത്തിന് ഇരയാവുന്നതിനെതിരെ അവർക്ക് ശക്തമായിട്ടുള്ള ബോധവൽക്കരണം നൽകുക എന്നതും കൂടെയാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ സപ്പോർട്ടും CDS ഭരണസമിതിക്ക് നല്ല രീതിയിൽ ലഭിച്ചു വരുന്നു. ഭരണസമിതിക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു നേട്ടമാണ്
ഈ പഞ്ചായത്തിലെ ഒരു വ്യക്തിക്ക് സ്നേഹവീട് നൽകി കൊടുക്കുക എന്നുള്ളത് അതും ഈ ഒരു ഭരണസമിതി കാലത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പട്ടികവർഗം. കരുതലോടെ താഴേക്കോട്. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിൽ അഭിമാനപൂർവ്വം എടുത്തു പറയുന്ന പദ്ധതികളാണ് പട്ടികവർഗ വിഭാഗത്തിനു വേണ്ടി ചെയ്തിട്ടുള്ളത്. പാർശ്വവൽക്കരിക്കപ്പെട്ട പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 59 കുടുംബങ്ങളിലെ 169 അംഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി അനേകം പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിച്ചു. പാണമ്പി ഇടിഞ്ഞാടി നഗറിലെ 10 ആദിവാസി കുടുംബങ്ങൾക്ക് വേണ്ടി പട്ടികവർഗ വകുപ്പിന്റെ സഹായത്തോടെ 1,20,00,000 രൂപ ചെലവിൽ സ്ഥലം വാങ്ങി 10 വീടുകൾ പൂർത്തിയായി. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് നടത്തി ഇവർക്ക് പട്ടയം, അടിസ്ഥാന രേഖകൾ എന്നിവ നേടിക്കൊടുക്കുന്നതിന് സാധിച്ചു. ഭവന സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തന്നെ ജീവനോപാധി നേടിക്കൊടുക്കുന്നതിന്റെ ഭാഗമായി തേനീച്ച വളർത്തൽ പദ്ധതി, ആട് വളർത്തൽ പദ്ധതി എന്നിവ നടപ്പാക്കി. ഞങ്ങൾ ഇതുവരെ മലൻ്റെ മുകളിൽ നിന്നും 10-22 കൊല്ലം, പിന്നെ ഇങ്ങനെ ഫറൂഖാക്ക് ഇങ്ങനെ ജയിച്ച കാരണം, വോട്ടിൽ ജയിച്ച കാരണമാണ് ഞങ്ങൾ ആ മലമെന്ന് ഇറക്കി കൊടുക്കുന്നത്. പിന്നെ അത് കാരണം ഞങ്ങൾ 10 വീട് വെച്ച് തന്നിട്ടുണ്ട്. 10 കുടുംബത്തിൽ 1 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് ഫറൂഖാക്കാണ് ഇതിനെ ഇടപെട്ട് കാര്യങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നു. ഇനിയിപ്പോൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കാത്തിരിക്കുന്ന കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ശരീരം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പൈസ പണി തീർത്തു, ടൈൽസിട്ടു, എല്ലാ പുള്ളും പണി കഴിഞ്ഞു. കഴിഞ്ഞാലും ആടിട്ടി ഇപ്പോൾ 2 കൊല്ലമായി, ഇപ്പോൾ കുഞ്ഞുങ്ങളായി. അങ്ങനെ ഒരു വരുമാനം വരുന്നുണ്ട്. കറണ്ട് ബില്ലും മോട്ടറുടെ ചാർജ് ബില്ലും അടയ്ക്കുന്നത് പഞ്ചായത്തിൽ നിന്നാണ്. ആശുപത്രി പോകാൻ വണ്ടിക്കൂലി ഒക്കെ പഞ്ചായത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. റോഡുകൾ. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ 253 കിലോമീറ്റർ റോഡുകളാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 21 വാർഡുകളിലായി 400ഓളം റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. 19 കോടി രൂപയോളം അതിനെ ചെലവഴിച്ചു. 142 റോഡുകൾ അവയിൽ പുതിയതാണ്. 2025-26 വർഷത്തിൽ ഏകദേശം 198 വിവിധ റോഡുകളുടെ പ്രവൃത്തികൾ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ 48 റോഡുകളും അനുബന്ധ പ്രവർത്തനങ്ങളും ടെൻഡർ ചെയ്തിട്ടുണ്ട്. 2024-25 വർഷത്തിൽ 54 റോഡുകളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തിലെ റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിടുന്ന പ്രധാന വിഷയം ജൽജീവൻ മിഷൻ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട റീസ്റ്റോറേഷന്റെ പ്രവർത്തനങ്ങൾ നടക്കാത്തതാണ്. ഏകദേശം 104ഓളം റോഡുകളുടെ ടെൻഡർ നടപടി കഴിഞ്ഞെങ്കിലും ഇതുമൂലം പ്രവൃത്തി തുടങ്ങുന്നതിന് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള പ്രതിവിധിക്കായി ഭരണസമിതി നിരന്തരം ശ്രമിക്കുന്നുണ്ട്. തൊഴിലുറപ്പ്. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലുണ്ടായ നേട്ടം എടുത്തു പറയേണ്ടതാണ്. പെരിന്തൽമണ്ണ ബ്ലോക്കിലെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് 5 വർഷങ്ങൾ കൊണ്ട് 15 കോടി രൂപയുടെ പദ്ധതികളും തൊഴിൽ ദിനങ്ങളുമാണ് സൃഷ്ടിച്ചത്. 450 തൊഴിലുറപ്പ് അംഗങ്ങൾ, 3.5 ലക്ഷം തൊഴിൽ ദിനങ്ങൾ, ഏകദേശം 10 കോടി രൂപ തൊഴിൽ ദിന കൂലിയായി നൽകുകയുണ്ടായി. 61 തൊഴുത്ത്, 52 ആട്ടിൻകൂട്, 65 കോഴിക്കൂട്, 265 കിണറുകൾ, 128 ഷോക്ക് പിറ്റുകൾ, 10 ഏക്കർ തരിശുഭൂമി കൃഷിഭൂമിയാക്കൽ, 101 റോഡുകൾ, 10 ലക്ഷം വീതം ചെലവഴിച്ച 6 തോട് സൈഡ് കെട്ടൽ, 5 ഏക്കറിൽ തീറ്റപ്പുൽ കൃഷി, 4.87 ലക്ഷം രൂപ ചെലവഴിച്ച് ബാഡ്മിന്റൺ കോർട്ട് തുടങ്ങിയവ ഏറ്റെടുത്ത പ്രധാനപ്പെട്ട ജോലികളാണ്. ആരോഗ്യം. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ സേവനം പൊതുജനങ്ങൾക്ക് നൽകാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു. പഞ്ചായത്തിൽ ഒരു കുടുംബാരോഗ്യ കേന്ദ്രവും 6 സബ് സെന്ററുകളും നിലവിലുണ്ട്. 3 ഡോക്ടർമാർ, 6 JPHN, 6 MLSPമാർ, 1 ഫാർമസിസ്റ്റ്, 1 ലാബ് ടെക്നീഷ്യൻ, 1 HI, 2 JHI എന്നിവർ ജോലി ചെയ്യുന്നു. ദിവസവും 300ഓളം ആളുകൾ ആശുപത്രിയിലെത്താറുണ്ട്. MLA ഫണ്ടിൽ നിർമ്മിച്ചിരുന്ന പുതിയ കുടുംബാരോഗ്യ കേന്ദ്രം 36 ലക്ഷം രൂപ മുടക്കി പഞ്ചായത്ത് പുനരുദ്ധരിക്കുകയാണ് ചെയ്തത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിനാവശ്യമായ മരുന്നുകളും മറ്റ് സജ്ജീകരണങ്ങളും ഉച്ചയ്ക്ക് ശേഷം 1 ഡോക്ടറെ പഞ്ചായത്ത് നേരിട്ട് നിയമിച്ച് വേതനം നൽകുന്നു. കഴിഞ്ഞ 5 വർഷം പഞ്ചായത്തിലെ ആരോഗ്യ സേവനത്തിന് 3.5 കോടി രൂപ ചെലവഴിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തോട് ചേർന്ന് നടത്തുന്ന
പരിരക്ഷ പാലിയേറ്റീവ് പരിചരണം 1655 രോഗികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ 135 കിടപ്പ് രോഗികളടക്കം 450 രോഗികളെ പരിചരിച്ചു വരുന്നു. ഡ്രൈവറും വാഹനവും ഒരു നഴ്സും പരിരക്ഷാ പ്രവർത്തനങ്ങൾക്കായി സേവനം നൽകുന്നു. 200ഓളം മാനസിക രോഗികൾ, 110 ക്യാൻസർ രോഗികൾ, 33 ഡയാലിസിസ് രോഗികൾ, 13 കിഡ്നി ട്രാൻസ്പ്ലാന്റ് രോഗികൾ എന്നിവർക്കും പരിരക്ഷയിൽ നിന്നും ചികിത്സ ലഭിച്ചു വരുന്നു. കൂടാതെ ഹോമിയോ ആശുപത്രിയും ആയുർവേദ ആശുപത്രിയും ചികിത്സ നടത്തിവരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ഈ 2 ആശുപത്രികൾക്കും കൂടി 50 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് പഞ്ചായത്തിലെ എല്ലാ ആളുകൾക്കും ആവശ്യമായ ചികിത്സയും സേവനവും നൽകുന്നതിൽ ഭരണസമിതി എന്നും പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. കൃഷി. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജീവിത വരുമാന സ്രോതസ് ഒരു കാലത്ത് കൃഷിയായിരുന്നു. പക്ഷേ ഇന്ന് വളരെ കുറച്ചുപേർ മാത്രമേ കൃഷിയുടെ രംഗത്ത് നിലനിൽക്കുന്നുള്ളൂ. കഴിഞ്ഞ 5 വർഷക്കാലം വിവിധ കാർഷിക പദ്ധതികൾക്കായി 2,20,00,000 രൂപ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് ചെലവഴിച്ചു. പച്ചക്കറി പ്രോത്സാഹനം, വാഴകൃഷി, ഫലവൃക്ഷത്തൈ, കൂൺ കൃഷി, തേനീച്ച വളർത്തൽ, കിഴങ്ങ് കൃഷി, നെൽകൃഷി തുടങ്ങി കാർഷിക വിളകൾക്ക് സഹായം നൽകുകയുണ്ടായി. വയോജനങ്ങൾ. നമ്മുടെ പഞ്ചായത്തിലാകെ ജനസംഖ്യയുടെ 18% വയോജനങ്ങളാണ്. അത് 30% ആകുമെന്നാണ് കണക്ക്. കേരള സർക്കാരിന്റെ പ്രത്യേക പരിഗണനയിൽ കുടുംബശ്രീ മാതൃകയിൽ എല്ലാ പഞ്ചായത്തുകളിലും വയോജന ക്ലബ്ബും വാർഡുകളിൽ വയോജന കൂട്ടായ്മയും രൂപീകരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അതുപ്രകാരം നമ്മുടെ പഞ്ചായത്തിലും വയോജന ക്ലബ്ബും പരമാവധി വാർഡുകളിൽ വയോജന കൂട്ടായ്മയും രൂപീകരിച്ചു. കഴിഞ്ഞ വർഷത്തിൽ വയോജന കൂട്ടായ്മയുടെ വാർഷികവും നടത്തിയിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം വയോജനങ്ങൾക്കായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ, ചികിത്സാ സഹായങ്ങൾ, ഈ വർഷത്തിൽ ഉല്ലാസയാത്ര, കട്ടിൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം 50 ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട്. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ആകെ 5210 പേരാണ്. വിധവ 1644, കർഷക തൊഴിലാളി 184, വാർദ്ധക്യകാല പെൻഷൻ 2699, അവിവാഹിത പെൻഷൻ 63, ഭിന്നശേഷി പെൻഷൻ 617. ഒരു വർഷത്തിൽ ഏകദേശം 10 കോടി രൂപയോളമാണ് ഈ പഞ്ചായത്തിൽ വിതരണം നടത്തുന്നത്. മൃഗസംരക്ഷണം. കാർഷിക വൃത്തി പോലെ തന്നെ ഒരു പ്രധാന വരുമാനമാർഗമായിരുന്നു മൃഗസംരക്ഷണം. പശു വളർത്തൽ, ആടുവളർത്തൽ, കോഴി വളർത്തൽ, പോത്തുകുട്ടി, കാളക്കുട്ടി വളർത്തൽ എന്നിവയാണ് പ്രധാന പരിപാലനം. താഴേക്കോട് പഞ്ചായത്ത് താഴേക്കോട് കഴിഞ്ഞ 5 വർഷങ്ങളിൽ വിവിധ പദ്ധതികൾക്ക് വേണ്ടി 2,30,00,000 രൂപ ചെലവഴിച്ചു. ആടുവളർത്തൽ സബ്സിഡി, മുട്ടക്കോഴി മായമരുന്നുകൾ, പാൽ സബ്സിഡി, വൈക്കോലിനുള്ള സബ്സിഡി തുടങ്ങിയ പദ്ധതികളിലൂടെ കർഷകർക്ക് കഴിഞ്ഞ 5 വർഷങ്ങളിൽ പരമാവധി സഹായമെത്തിക്കാൻ ഭരണസമിതി ശ്രമിച്ചിട്ടുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലെ അതിദരിദ്രരെ കണ്ടെത്തി അവർക്കാവശ്യമായ പാർപ്പിടം, ഭക്ഷണം, മരുന്ന്, വരുമാനമാർഗം തുടങ്ങിയ ആവശ്യഘടകങ്ങൾ നൽകി പഞ്ചായത്തിനെ അതിദാരിദ്ര്യമില്ലാത്ത പഞ്ചായത്താക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനായി നടത്തിയ സർവേയിൽ കണ്ടെത്തിയ 72 പേർക്ക് മൈക്രോ പ്ലാനിൽ ഉൾപ്പെടുത്തി ആരോഗ്യദായക പദ്ധതിയുമായി ബന്ധപ്പെട്ട് മരുന്ന് ലഭ്യമാക്കൽ, പാലിയേറ്റീവ് പരിചരണം എന്നിവ നൽകിവരുന്നു. സ്ഥലവും വീടും ലഭ്യമാക്കൽ എന്ന മൈക്രോ പ്ലാൻ പ്രകാരം നമ്മുടെ പഞ്ചായത്തിൽ ഒരു ഗുണഭോക്താവിന് ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ മുഖേന സ്ഥലം ലഭ്യമാക്കി കൊടുത്ത് വീടുപണിക്ക് ഫണ്ട് അനുവദിച്ചതും വളരെ അഭിമാനകരമായ മുതൽക്കൂട്ടാണ്. കൂടാതെ സ്ഥലമുള്ളവർക്ക് വീട് ലഭ്യമാക്കൽ പദ്ധതി പ്രകാരം 16 ഗുണഭോക്താക്കൾക്ക് വീടിന് ധനസഹായം അനുവദിച്ചു. വീട് റിപ്പയർ ആവശ്യമുള്ള 11 ഗുണഭോക്താക്കൾക്ക് ആയതിന് ധനസഹായം അനുവദിക്കുകയും പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തു. വരുമാനദായക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ഗുണഭോക്താക്കൾക്ക് കുടുംബശ്രീ ഉജ്ജ്വല പദ്ധതിയുമായി സംയോജിപ്പിച്ച് ആനുകൂല്യം നൽകി പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്.